ഹലോ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്ന് കല്യാണം കഴിക്കാൻ പോവാണ്. അതിൻ്റെ എൻഗേജ്മെൻ്റാണ്. അപ്പോൾ എൻ്റെ കൊരട്ടി പെരുന്നാളിൻ്റെ വ്ളോഗ് കണ്ടാൽ അറിയാം. അതിനകത്ത് KPയുടെ കല്യാണമാണ് നെക്സ്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ എൻഗേജ്മെൻ്റാണ്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റാണിത്. ഇതെനിക്ക് വൈശാഖൻ എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ KPയുടെ വീട്ടിലെത്തി. 2 വീലറിനാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് തലയൊക്കെ ആകെ മോശമായിട്ടുണ്ടായിരുന്നു, ഹെയറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ KPയുടെ അമ്മ നമുക്ക് ജ്യൂസൊക്കെ തന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ച് മേക്കപ്പ് ചെയ്യാണ്. നിൻ്റെ മേക്കപ്പ് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചതിനാണ് ആ ഒരു എക്സ്പ്രഷൻ വരണേ. അതൊരു യൂട്യൂബറാണ്. അവൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, അച്ചൂസ് എന്നാ പേര്. പിന്നെ അതാ KP ബ്യൂട്ടി പാർലറിൽ നിന്ന് വന്നു. അപ്പോൾ എൻഗേജ്മെൻറ്റിന് എന്താ ഇങ്ങനെ ഒരു ബ്രൈഡൽ ലുക്ക് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇൻ്റർകാസ്റ്റ് മാരേജാണ്. അവൻ ക്രിസ്ത്യനാണ്, KP ഹിന്ദു ആണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് പക്ക അവളുടെ രീതിയിൽ അവൾക്കൊരു ഹിന്ദു ബ്രൈഡ് പോലെ ഒരുങ്ങണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ അവൾക്ക് കുറച്ച് ദക്ഷിണ കൊടുക്കൽ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോളിലേക്ക് പോയായിരുന്നു. അപ്പോൾ വീടിനടുത്ത് തന്നെയുള്ളൊരു ഹോളായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ് ഡിഗ്രിക്ക്. അപ്പോൾ ഇവൻ്റെ മെയിൻ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഒരു ചൊറിയനാണ് അവൻ, ഷൈജിത്ത്. അപ്പോൾ അവനെ നമ്മൾ ഇന്നത്തെ ദിവസം വെറുതെ വിടാൻ പാടില്ലല്ലോ എന്ന് കരുതി ഇവനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഇങ്ങനെ പശു നക്കിയതുപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വെൽക്കം ഡ്രിങ്കിലേക്ക് കടന്നു. ഇന്ന് പപ്പായ ഉണ്ടായിരുന്നു, പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിരുന്നു കേട്ടോ. പപ്പായ ഞാൻ കഴിച്ചില്ല, തണ്ണിമത്തൻ കഴിച്ചായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ഫാമിലിയും കൂടെ അവർ ഹോളിലേക്ക് എൻട്രി ചെയ്തു. പഴയ കുറേ ഫ്രണ്ട്സിനെ കണ്ടു കേട്ടോ. ഞാൻ എപ്പോഴും ഒന്നും അങ്ങനെ മീറ്റ് ചെയ്യാറില്ല. എൻ്റെ കല്യാണത്തിനാണ് ലാസ്റ്റായിട്ട് കുറേ പേരെയൊക്കെ കണ്ടത്. പിന്നെ കാണുന്നത് ആ KPയുടെ എൻഗേജ്മെൻറ്റിനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതന്നെ എനിക്ക് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഫുൾ ടൈം അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കണ കൊണ്ട് അധികം വീഡിയോസൊന്നും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ സീനിയേഴ്സാണ്. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴേ സീനിയേഴ്സായിട്ടാണ് കേട്ടോ കൂടുതൽ കമ്പനി. അപ്പോൾ അതുകൊണ്ട് അവരാണ് ഇത്. നമുക്ക് എപ്പോഴും അവർ തന്നെയാണ് എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവുക. അങ്ങനെ KPയും ഷൈജും ഒഫീഷ്യലി അവർ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊന്നും നോക്കണ്ടല്ലോ, ഫുഡ് അടിയാണല്ലോ. അപ്പോൾ ഇന്ന് റൈസ്, പിന്നെ ചിക്കൻ, ബീഫ്. എൻ്റെ പൊന്നെ, ബീഫ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. പിന്നെ സർലാസും അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത സെക്ഷൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ സെക്ഷൻ തന്നെയാണ് ആ സെക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കൽ നിർത്തി. പക്ഷേ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പുറത്ത് വെള്ളച്ചോറും മാങ്ങക്കറിയും ഉണ്ടായിരുന്നു. വെള്ളച്ചോറും മാങ്ങക്കറിയും ബീഫും കൂടെ കഴിക്കുന്ന ടേസ്റ്റ് വേറെ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ റൈസ് കുറേ എടുത്ത കാരണം കൊണ്ട് എനിക്ക് വെള്ളച്ചോറ് വയ്ക്കാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അപ്പം ഇന്നത്തെ ഫുള്ള് ഇതായിരുന്നു കേട്ടോ നമുക്ക്. കാരണം ഇവരിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ കേട്ടോ.